എല്ലാ കാര്യങ്ങളും 2 പ്രാവശ്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. 1 മനസ്സിൽ, 2 നേരിട്ട് യഥാർത്ഥത്തിൽ. ഒന്നുകൂടി പറയാം, എല്ലാ കാര്യങ്ങളും 2 പ്രാവശ്യം സൃഷ്ടിക്കപ്പെടുന്നു. 1 മനസ്സിലാണ്, 2 യഥാർത്ഥത്തിൽ, കാണത്തക്ക രീതിയിൽ. അപ്പോൾ ഒരു കാര്യത്തിന് സൃഷ്ടി കൊണ്ടുവരണമെങ്കിൽ ആദ്യം അത് മനസ്സിലാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ പറയില്ലേ, ഒരു കലാകാരൻ്റെ ചിത്രം കാണുമ്പോൾ നല്ല ഒരു കലാസൃഷ്ടി ആദ്യം അത് എവിടെയാണ് ഉണ്ടായത്? ഒരു കലാകാരൻ്റെ മനസ്സിലാണ് അത് ആദ്യം ഉണ്ടായത്. നമ്മൾ പറയും മനോമുഖരത്തിൽ നിന്നൊക്കെ പറയും. ഒരു കഥ, തകഴിയുടെ കയർ എവിടെയുണ്ടായത്? അതുണ്ടായത് തകഴി ശിവശങ്കരപ്പിള്ള എന്ന മനുഷ്യൻ്റെ മനസ്സിലാണ് അത് ആദ്യം ഉണ്ടായത്. എല്ലാ കാര്യങ്ങളും ഇതുപോലെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് സൃഷ്ടിയാകുന്നില്ല. അപ്പോൾ സൃഷ്ടിപ്പിന് 2 കാര്യങ്ങളുണ്ട്, 2 സ്ഥലത്തത് ഉണ്ടാകുന്നു. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ധ്യാനം വളരെ ശക്തമാകും. യോശുവയോട് ദൈവം പറഞ്ഞു, നീ രാപ്പകൽ ധ്യാനിക്കണം. ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ കാര്യങ്ങൾ ജയമാകണമെങ്കിൽ നീ രാപ്പകൽ ധ്യാനിക്കണം. എന്താണ്? ദൈവം ചെയ്ത കാര്യങ്ങൾ ധ്യാനിക്കണം, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ധ്യാനിക്കണം. യോശുവ ഓരോ കാര്യങ്ങളും ധ്യാനിച്ചു. ആദ്യം യോർദാൻ കടക്കുന്ന ഒരു സീനുണ്ട്. അവിടെ കവിഞ്ഞൊഴുകുന്ന യോർദാനിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരാണെങ്കിലും ഇതാദ്യം ഒരാളുടെ മനസ്സിൽ വന്നത് യോശുവയുടെ മനസ്സിലാണ്. രണ്ടാമത് യോശുവ അത് പറഞ്ഞു. അപ്പോഴാണ് പുരോഹിതന്മാർ കാലെടുത്തു വെച്ചു, യോർദാന്റെ ഒഴുക്ക് നിന്നു, 32 ലക്ഷത്തോളം ജനങ്ങൾ അതിലൂടെ കടന്നുപോയി. അവസാനത്തെ ആളും കടന്നു തീരും വരെ യോർദാനിലെ ഒരു വശത്തെ വെള്ളം ചിറ പോലെ നിന്നു. കാരണം അത് ചരിഞ്ഞൊഴുകുന്ന ഒരു നദിയാണ്. ഒരു വശത്തെ വെള്ളം കിലോമീറ്ററുകൾ ചരിഞ്ഞു നിന്നു. വേണമെങ്കിൽ പറയാം, ആ ഏരിയയിൽ പാർക്കുന്ന ഇടത്തെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായി. ഇസ്രായേൽ മക്കൾ കയറിയതാ. ആദ്യം ഒരാളുടെ മനസ്സിലുണ്ടായി. എരിഹോ കോട്ട ഇടിക്കുന്ന സമയത്ത് ആദ്യം യോശുവയുടെ മനസ്സിൽ അത് രൂപപ്പെട്ടു. രണ്ടാമത് അവരതിന് ചുറ്റും നടന്നു. 7 ദിവസം നടന്നു. അപ്പൊ 7 ദിവസം അവരുടെ മനസ്സിനകത്ത് മാത്രം ഈ ചിത്രം കിട്ടി. കോട്ട ഇടിയാൻ പോകുന്നു, ഇടിയുന്ന ചിത്രം. പിന്നീട് അത് സംഭവിച്ചു. ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മനസ്സിനെ നമ്മൾ ക്രിയാത്മകമായിട്ട് ഉപയോഗിച്ചാൽ വലിയ കാര്യങ്ങൾ നടക്കും. നിങ്ങൾ ഉയരുന്നത് ആദ്യം മനസ്സിൽ കാണുക, രണ്ടാമതാണ് നേരിട്ടത് ഉണ്ടാകുന്നത്. നിങ്ങൾ കഴുകനെ പോലെ ചിറകടിച്ച് പറക്കുന്നത് മനസ്സിൽ കാണുക, രണ്ടാമത് നേരിട്ട് കാണാൻ കഴിയും. നിങ്ങളുടെ കുടുംബം വലിയ കടക്കണിയിൽ നിന്ന് പുറത്തു വരുന്നത് പ്രാർത്ഥനയിൽ, ആത്മാവിൽ കാണുക, മനസ്സിൽ അത് കാണുക, മനസ്സിൽ ഒരു ചിത്രം വരക്കുക. നിങ്ങൾ സമൃദ്ധിയുള്ളവരായി മാറുന്നത് പിന്നത്തേതിൽ അത് യാഥാർത്ഥ്യമാകും. എല്ലാം നിങ്ങൾ പണിയാൻ പോകുന്ന വീട് മനസ്സിൽ, പ്രാർത്ഥനാ മുറിയിൽ കാണുക. അപ്പോൾ ധ്യാനമെന്ന് പറയുന്നത് ഒരു വിഷയത്തെക്കുറിച്ചോ ഒരു വസ്തുവിനെക്കുറിച്ചോ പ്രാർത്ഥനാ ധ്യാനത്തിലിരുന്ന് അത് ചിന്തിക്കുന്നതിൻ്റെ പേരാണ് ധ്യാനം. ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വസ്തുവിനെക്കുറിച്ച്, ഒരു ഭാവിയെക്കുറിച്ച് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമുക്ക് ധ്യാനിക്കാൻ കഴിയും, കൂടെ കൂടെ ചിന്തിക്കാൻ കഴിയും. ഒരു ശരിയായ ചിത്രം ലഭിക്കാതെ ഒന്നിന് സ്റ്റെപ്പ് വെക്കരുത്. അവ്യക്തമാണെങ്കിൽ, ചിത്രം അവ്യക്തമാണെങ്കിൽ, മനസ്സിലെ ചിത്രം അവ്യക്തമാണെങ്കിൽ വ്യക്തമാകും വരെ നിങ്ങളുടെ പ്രാർത്ഥന തുടരേണ്ടിയിരിക്കുന്നു. ഈ ജ്ഞാനം എല്ലാവരിലേക്കും കർത്താവ് പകർന്നു തരട്ടെ. നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് വീണ്ടും വരാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഹെരോദ രാജാവ് സഭയെ ഉപദ്രവിക്കാൻ കൈനീട്ടി.
യോഹന്നാന്റെ സഹോദരനായി യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ പത്രോസിനെയും പിടിച്ചു തടവിലാക്കി. പെരുന്നാളിൻ്റെ തലേ രാത്രിയാണ്. അപ്പോൾ വിസ്താരത്തിൻ്റെ തലേ രാത്രി പത്രോസ് തടവുകാരുടെ നടുവിൽ കിടന്ന്, അല്ലെങ്കിൽ പട്ടാളക്കാരുടെ നടുവിൽ, തവണ മാറി 4 പ്രാവശ്യമായിട്ട് വരുന്ന പട്ടാളക്കാർ ജയിലിനകത്ത്. അതുപോലെ സെക്യൂരിറ്റിയാണ്. കൊലക്കേസിലെ പ്രതിയെപ്പോലും ഇതുപോലെ ജയിലിലിടാറില്ല. കാരണം പല അനുഭവത്തിൽ ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് ഇവരെ പുറത്തു കൊണ്ടുവന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് അതുപോലെ കാക്കുകയാണ്. യഹൂദന്മാരെ പ്രസാദിപ്പിക്കണം. അതിനുവേണ്ടി ഹേരോദാവ് ചെയ്യുകയാണ്. എന്നാൽ സഭ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. 5 കാര്യങ്ങൾ അവിടെ പറയുന്നു. 1 സഭ, 2 ശ്രദ്ധയോടെ, 3 അവനു വേണ്ടി, 4 ദൈവത്തോട്, 5 പ്രാർത്ഥന കഴിച്ച് പോന്നു. പ്രാർത്ഥന കഴിച്ചു പോന്നു. എൻ്റെ ഭാര്യയുടെ പിതാവ് ഒരു 80 വയസ്സൊക്കെ ആയപ്പോഴാണ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. മരിക്കാൻ നേരത്ത് കുറേ കാലം മൂക്കിൽ ട്യൂബിട്ട് തളർന്നു കിടന്നു. ശരീരം നിശ്ചലമായി കിടന്നു. ഓർമ്മയൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് അപ്പച്ചൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾ ചോദിക്കുക, അപ്പച്ച വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചാൽ കഴിച്ചു, പ്രാർത്ഥന കഴിച്ചു. പഴയ CSI കാരനാണ്. പിന്നീട് വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ടു. ഭക്തിയോടെ നിന്ന ഒരു ദൈവ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് പ്രാർത്ഥന കഴിച്ചു. അപ്പോൾ പ്രാർത്ഥന കഴിച്ചു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ആസ്വദിക്കുന്ന ഒന്നാണ്. പ്രാർത്ഥന വിശപ്പ് മാറുന്ന ഒന്നാണ്. ആത്മീക വിശപ്പ് മാറണമെങ്കിൽ പ്രാർത്ഥന കഴിക്കണം. ഇവിടെ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? പത്രോസിനെ തടവിൽ സൂക്ഷിച്ചെന്ന് അറിഞ്ഞപ്പോൾ അറ്റ കൈയാണ് അവർ ചെയ്യുന്നത്. ഇതിനപ്പുറത്തോട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. ഇവരെ ഹേരോദാവിന് പരിചയമുള്ള ആരെ കൊണ്ടെങ്കിലും റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അതിനുവേണ്ടി പോയില്ല. പിടിപാടുള്ളവരൊക്കെ ഉണ്ട്. അരിമത്യക്കാരൻ ജോസഫ് പോലെയുള്ള പലരൊക്കെ ഉള്ള കാലമാണെന്ന് ഓർക്കണം. ഇതിൻ്റെ പുറകെ ഒന്നും സഭ പോയില്ല. റെക്കമെൻഡേഷന് വേണ്ടി പോയില്ല. സഭയിൽ തന്നെ വലിയ പ്രമാണികൾ ഉണ്ട്. അങ്ങനെ ഒരു റെക്കമെൻഡേഷനോ കാര്യത്തിനോ പോയില്ല. പണം കൊടുത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചില്ല. അതിനേക്കാൾ മുകളിൽ ഒരു കാര്യം 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കറിയാമായിരുന്നു. പ്രാർത്ഥന കഴിച്ച് പോരുക. ആ വിഷയത്തിന്മേൽ സംതൃപ്തി ഉണ്ടാകുമെന്നും അതിൽ തൃപ്തി വരുമെന്നും മറുപടി ഉറപ്പാണെന്നും 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് നല്ല ഉറപ്പായിരുന്നു. ഇന്നും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സാധ്യതകളുടെ വഴികളെല്ലാം അടഞ്ഞോ എങ്കിൽ ചെയ്യാൻ ഒറ്റ കാര്യം കിടപ്പുണ്ട്: സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. യാക്കോബ് 5:17 പറയുന്ന പോലെ നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു, ആകാശമടഞ്ഞു. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു, മഴ പെയ്ത് ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പ്രാർത്ഥന ആകാശത്തെ അടച്ചു, പ്രാർത്ഥന ആകാശത്തെ തുറന്നു, സമൃദ്ധി വീണ്ടും ഭൂമിയിൽ കൊണ്ടുവന്നു. ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക്, നീതിമാനായ പഴയ നിയമത്തിലെ ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ദേശത്തെ സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽപ്പെട്ട പുതിയ നിയമത്തിലെ പ്രാർത്ഥനാ വീരരായ നമ്മൾ പ്രാർത്ഥിച്ചാൽ എത്രയധികം റിസൾട്ടാണ് വരുന്നത്. യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി വന്ന യോഹന്നാൻ, ആ യോഹന്നാനേക്കാൾ വലിയവൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിലില്ല. മോശയാകട്ടെ, അബ്രഹാമാകട്ടെ, ഇസഹാക്കാകട്ടെ, ഹാനോക്കാകട്ടെ, പഴയ നിയമത്തിലെ പ്രോഫറ്റുകളെല്ലാം എല്ലാവരോടും ചേർത്താൽ
യോഹന്നാനോളമില്ല. എന്താ കാരണം? അവരെല്ലാം യേശുവിൻ്റെ വരവിനെ കുറിച്ച് പ്രവചിച്ചവരാണ്. എന്നാൽ യോഹന്നാൻ ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ചൂണ്ടിക്കാണിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് യോഹന്നാനാണ് ഏറ്റവും വലിയവൻ, മശിഹായെ കാണിച്ചു എന്ന കാരണത്താൽ. എന്നാൽ യേശു പറയുകയാണ്, എന്നാൽ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനിലും വലിയവനാണ്. അപ്പൊ പഴയ നിയമത്തിലുള്ളവരെക്കാൾ വളരെ 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 ശ്രേഷ്ഠരാണ് പുതിയ നിയമത്തിലുള്ളവരെന്ന അർത്ഥം. ഏറ്റവും ചെറിയവൻ, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ പ്രാർത്ഥിക്കാതെ ചുമ്മാ വന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നവനായിരിക്കും. വലിയ വിശ്വാസമൊന്നുമില്ല, സഭയിൽ വരുന്നുണ്ട്, ബോറടിച്ചിരിക്കുക. ഞാനങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. ഏറ്റവും ചെറിയവൻ ഒന്നും അറിയില്ല, ബൈബിളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷേ യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചു. ഇതിനൊറ്റ കാരണം, അവൻ ദൈവരാജ്യത്തിലായി. യോഹന്നാനേക്കാൾ വലിയവൻ, പഴയ നിയമത്തിലെ വിശ്വാസ വീരരേക്കാൾ വലിയവൻ. അങ്ങനെ ഉള്ള ഒരു കൂട്ടം ജനം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു കൂട്ടം ജനമെന്ന് പറയുമ്പോൾ സാധാരണക്കാരല്ല, ദൈവരാജ്യത്തിൽ ചെറിയവരുമല്ല. അവർ ദൈവസഭയുടെ നെടും തൂണുകളാണ്. തൂണുകളായി എണ്ണപ്പെട്ടവരെന്ന് വായിക്കുമ്പോൾ ചെറിയവരല്ല. അങ്ങനെയുള്ള ഒരു കൂട്ടം ജനം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭ പ്രാർത്ഥിച്ചു. ആര് പ്രാർത്ഥിക്കണം? ഒന്ന് സഭ പ്രാർത്ഥിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച യേശു ക്രിസ്തുവിൻ്റെ സഭ പ്രാർത്ഥിക്കണം. ക്രിസ്തീയ മതക്കാർ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, യേശുവിൻ്റെ സഭ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം, തങ്കൽ ഏകാഗ്രചിത്തരായി പ്രാർത്ഥിക്കണം. ഏകാഗ്രതയോടെ, വേറൊരു ചിന്തയില്ല. ഒരു കാര്യത്തിൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, എനിക്ക് മറുപടി കണ്ടേ മതിയാവും. ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. പലപ്പോഴും പ്രാർത്ഥനയിൽ ഏകാഗ്രത പലർക്കും ഇല്ല. നമ്മൾ ആ കാര്യത്തിൽ തന്നെ ജാഗരിക്കണം. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അടുത്തത് ആർക്കു വേണ്ടി? അവന് വേണ്ടി. പത്രോസിനെ ഞങ്ങൾക്ക് പുറത്ത് കിട്ടണം. എന്തെങ്കിലും തരണേന്നല്ല, ഞങ്ങൾക്ക് പത്രോസ് പുറത്ത് വന്ന് കണ്ടേ മതിയാവും. യാക്കോബിനെ കൊന്നതുപോലെ പത്രോസിനെ കൊല്ലാൻ പറ്റില്ല. പത്രോസിനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. യാതൊരു സാധ്യതയില്ല. പിടിച്ചിരിക്കുന്നത് ഹേരോദ രാജാവാണ്, ദുഷ്ടനാണ്, യഹൂദന്മാരുടെ സപ്പോർട്ടുമുണ്ട്. പത്രോസിനെ കൂടി കൊന്നുകഴിഞ്ഞാൽ ഹേരോദാവിന് വോട്ട് കൂടുതൽ കിട്ടും, മാന്യത കൂടുതലുണ്ടാകും. അതുകൊണ്ട് പത്രോസിനെ കൊന്നിരിക്കും. കള്ളസാക്ഷികളെയൊക്കെ നിരത്തി എല്ലാ പഴുതും അടച്ച് കൊന്നിരിക്കും. എന്നാൽ സഭ അവനു വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് പകരം വേറൊന്നും പറ്റില്ല, പത്രോസിന് പകരം ഒറ്റ കാര്യമുള്ളൂ, പത്രോസ് മാത്രമേ ഉള്ളൂ. അല്ല, പത്രോസിന് പകരം വേറെ എന്തെങ്കിലും തന്നാൽ മതിയോ? പത്രോസിന്റെ ഭാര്യക്ക് ഒരു സഭയിലെ ഒരു ശുശ്രൂഷ കിട്ടിയാലോ? പത്രോസിന്റെ മക്കളെ ആ സ്ഥാനത്താക്കിയാലോ? പോരാ പോരാ പോരാ. പത്രോസിന് പകരം മക്കളല്ല, ഭാര്യയല്ല, പത്രോസ് തന്നെയാണ്. അതായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രാർത്ഥനയുടെ ബലം. അവനു വേണ്ടി പുറത്ത് കണ്ടേ മതിയാവും. സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ എന്തു ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർ എന്തു ചോദിച്ചാലും സന്തോഷം പൂർണ്ണമാകും വണ്ണം തരുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾക്ക് പത്രോസിനെ കാണാതെ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകില്ല. ഞങ്ങൾക്കത് ലഭിച്ചേ മതിയാവും, നിർബന്ധമാണ്, കിട്ടിയേ മതിയാവും. ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ, കഴിയുമെങ്കിൽ പത്രോസിനെ, അതൊന്നുമല്ല, ഞങ്ങൾക്ക് പത്രോസിനെ വേണം. ഞങ്ങളുടെ യാക്കോബ് പോയി, ഞങ്ങളുടെ പാസ്റ്ററിനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഒരു പിടുത്തമായിരുന്നു. സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി. അടുത്തത് ദൈവത്തോട്. ദൈവത്തോട്
ഞങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നു എന്നറിയാം. ഞങ്ങൾ എന്തിന് പ്രാർത്ഥിക്കുന്നു? ഞങ്ങൾ ആരോടാ ചോദിക്കുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ. ശക്തമായ പ്രാർത്ഥന ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചു. സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അതായത് മറുപടി കിട്ടും വരെ ഞങ്ങൾക്ക് വേറെ പരിപാടിയില്ല, ഞങ്ങളിത് കണ്ടിരിക്കും. പ്രാർത്ഥിച്ചു എന്നല്ല, പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇതിന് മറുപടി കാണാതെ ഞങ്ങൾക്ക് ഊണുമില്ല, ഉറക്കവുമില്ല. ഞങ്ങൾക്കിത് മറുപടി കാണാതെ പറ്റില്ല. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമായിട്ട് ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ തീർന്നാൽ നിങ്ങളുടെ വീട്ടിലെ വിഷയത്തിനും എൻ്റെ വീട്ടിലെ വിഷയത്തിനും 100-ൽ 100 മറുപടിയാണ്. നമ്മൾ മറുപടി പ്രാപിച്ചിരിക്കും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ദിവസത്തിൽ എന്താണോ ഭാരത്തിലായിരിക്കുന്ന ആ വിഷയത്തിന്മേൽ ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. സ്വർഗീയ പിതാവേ, ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ, വീട്ടിലെ ഓരോ കാര്യങ്ങളും ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ, മടുക്കാതെ, പതറാതെ, പിന്മാറാതെ, പെറുപെറുക്കാതെ വിശ്വാസത്തോടുകൂടി ഈ ദൈവവചനം പോലെ ഒന്ന് പ്രാർത്ഥിക്കാനുള്ള ശേഷി പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് തരണമേ. ഇത് കേൾക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. അവരുടെ വിശ്വാസം സജീവമാകട്ടെ, ശക്തമാകട്ടെ. കർത്താവിൻ്റെ കൈകളിലേക്ക് ഈ മക്കളെ ഭരമേൽപ്പിക്കുന്നു. ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രശ്നത്തെയും മറുപടിയായി അവർ കാണട്ടെ, അത്ഭുതമായി കാണട്ടെ, പുതിയ സാക്ഷ്യം അവർക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. എന്ത് സംഭവിച്ചു എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ, പത്രോസിന് എന്ത് സംഭവിച്ചു, അടുത്ത ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കണം. ഇന്ന് വ്യാഴാഴ്ച സഭയിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരാൻ കഴിയുന്നവർ വരിക. വ്യക്തിപരമായി പുതുതായി വരുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ വിഷയം കേട്ട് വ്യക്തിപരമായി പ്രാർത്ഥിക്കും. നിശ്ചയമായി നിങ്ങൾക്ക് മറുപടി 100-ൽ 100 ഉണ്ട്. വിശ്വസിക്കുക, കടന്നു വരിക. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.
മഹത്വത്തിനു യോഗ്യൻ, ബഹുമാനത്തിനു യേശു സ്തുതി.